ഞാനും കുഞ്ഞിയും കൂടെ മട്ടൻ കറി ഉണ്ടാക്കാൻ പോവാം. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെള്ളമൊക്കെ നന്നായി സ്ട്രെയിൻ ചെയ്ത മട്ടൻ പീസസ് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മട്ടനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. മീറ്റ് പിങ്ക് കളറിൽ നിന്ന് വൈറ്റ് ആവുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് റോസ് സ്മെല്ല് പോണ വരെ ഒന്ന് സോട്ടേ ചെയ്യുക. ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ഇനി ചെറിയുള്ളി ഒരു 8 എണ്ണം സ്ലൈസ് ചെയ്തെടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഉള്ളി ഒന്ന് സോട്ടേ ചെയ്തെടുക്കണം. സോഫ്റ്റായി വരുന്ന സമയത്ത് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ റോസ്മെല്ലൊക്കെ പോയതിന് ശേഷം ഫ്രഷായി പൊടിച്ച ബാക്കി മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് സോഫ്റ്റ് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. മട്ടനൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മട്ടനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് തിക്കായി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നീരും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിലയും ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറുള്ള മട്ടൻ കറി റെഡിയാണ്.